നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് KSRTC MD സ്ഥലത്ത് സന്ദർശനം നടത്തി. ചാലക്കുടിയിൽ ലോറി സ്കൂട്ടറിൽ ഇടിച്ചു അപകടം. സ്കൂട്ടർ യാത്രക്കാരന് ദാരുണാന്ത്യം. ഉല്ലൂർ കമ്പനിപ്പടിയിൽ KSRTC ബസും കാറും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരായ 3 പേർക്ക് പരിക്കേറ്റു. കേരള സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി നടന്ന കൊടകര ബ്ലോക്ക് പഞ്ചായത്തിലെ ജോബ് ഫെയർ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡിൽ കൃഷി നശിപ്പിച്ച 3 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. തൃക്കൂർ GLP സ്കൂളിൽ സമഗ്ര ശിക്ഷാ കേരളം കൊടകര BRCയുടെ നേതൃത്വത്തിൽ സ്റ്റാർസ് പദ്ധതി പ്രകാരം നടപ്പിലാക്കുന്ന വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് KK രാമചന്ദ്രൻ MLAയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. KSRTC CMD PS പ്രമോജ് ശങ്കർ, DTO ഇൻചാർജ് K അഭിലാഷ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, കൊടകര ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അൽജോ പുളിക്കൻ, സോമൻ, സെബി കൊടിയൻ തുടങ്ങിയ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ PK ശിവരാമൻ, PK ശേഖരൻ, MA ഫ്രാൻസിസ്, ബസ് പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹി അരുൺ ലോഹിതാക്ഷൻ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. ദേശീയപാതയോട് ചേർന്നുള്ള വാണിജ്യ പ്രാധാന്യമുള്ള 4 ഏക്കറിലധികം വരുന്ന സ്ഥലത്ത് ഉചിതമായ വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. 1ാം ഘട്ടമായി പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് പദ്ധതിയും പ്ലാനും എസ്റ്റിമേറ്റും സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെ തയ്യാറാക്കി സമർപ്പിക്കും. നേരത്തെ വിവിധ മേഖലകളിലേക്ക് KSRTC നടത്തിയിരുന്ന സർവീസുകൾ തുടർന്നും നടത്തുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും MLA യോഗത്തിൽ ആവശ്യപ്പെട്ടു. പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡിന് മുൻപിൽ അടിക്കടിയുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നും ഇതിനായി മോട്ടോർ വാഹന വകുപ്പ്, പോലീസ്, NHAI തുടങ്ങിയ ബന്ധപ്പെട്ട വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി തീരുമാനമെടുക്കണമെന്നും KK രാമചന്ദ്രൻ MLA നിർദ്ദേശിച്ചു. ഇവിടെ നമുക്ക് ഈ KSRTCക്ക് ഇങ്ങനെ ഇത്രയധികം സ്ഥലമുള്ള ഒരു ഡിപ്പോ തന്നെ ഉണ്ടാവില്ല കേരളത്തിൽ എന്നാണ് ഞാൻ കരുതുന്നത്. 4 ഏക്കർ 5 സെൻറ്റ് സ്ഥലം സ്വന്തമായി KSRTCക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് മുൻ പ്രസിഡന്റുമാരും മറ്റാളുകളൊക്കെ ഇവിടെ പറയുന്നത്. അങ്ങനെ തന്നെയാണ് ഞാനും കരുതിയിരുന്നത്. അപ്പം അങ്ങനെയുള്ള സ്ഥലത്തിന് മാക്സിമം ഉപയോഗപ്പെടുത്തി KSRTCക്കും അതോടൊപ്പം ജനങ്ങൾക്കും സേവനം ഉണ്ടാവുക, അതിൻ്റെ ഭാഗമായി KSRTCക്കും ഒരു വരുമാനം ഉണ്ടാവുക, അതിനോടൊപ്പം നാടിന് ഒരു വികസനം ഉണ്ടാവുക എന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു മീറ്റിങ്ങിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് ഇവിടെ ഒരു എല്ലാവരും ചേർന്ന് ഒരു തീരുമാനം, എങ്ങനെയാണ് പുതുക്കാട് ഡിപ്പോയുടെ പുതിയ ഒരു വികസനവും അത് എന്തൊക്കെ കാര്യങ്ങളാണ് കർമ്മപദ്ധതികൾ നമുക്ക് അടുത്ത വരുന്ന ദിവസങ്ങളിൽ നടപ്പിലാക്കാം, അതിൻ്റെ ഫിനാൻഷ്യൽ മോഡൽസ് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യോഗം വിളിച്ചിരിക്കുന്നത്. അതാണ് ആമുഖമായി പറയാനുള്ളത്. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ പുതുക്കാട് ഡിപ്പോയുടെ പല പല പദ്ധതികളുണ്ട്. അത് ബഡ്ജറ്റ് പ്രൊഫഷണൽപ്പെടുത്തിയത് അല്ലാതെ തന്നെ നമ്മൾ PPP മോഡലിൽ 2 സ്റ്റാൻഡുകൾ 1.5 കിലോമീറ്ററിനുള്ളിൽ പ്രവർത്തിക്കുകയും പിന്നീട് ആ വാശിയെല്ലാം തീർന്ന് എല്ലാം ഒരു സ്റ്റാൻഡായിട്ട് മാറ്റുകയും ചെയ്തു. 2 സ്ഥലങ്ങളും അതാത് പഞ്ചായത്തിൽ വിട്ടുകൊടുക്കുകയും ഇവിടെ 4 ഏക്കർ 5 സെൻറ്റ് സ്ഥലം ഈ പ്രദേശം പുതുക്കാട് പഞ്ചായത്ത് അക്വയർ ചെയ്ത് KSRTC ഏൽപ്പിക്കാൻ. ചാലക്കുടിയിൽ ലോറി സ്കൂട്ടറിൽ ഇടിച്ച് അപകടം. സ്കൂട്ടർ യാത്രക്കാരന് ദാരുണാന്ത്യം. ലോറി പൂർണ്ണമായും കത്തി നശിച്ചു. BR-പുരം ഞാറക്കൽ സ്വദേശി 40 വയസ്സുള്ള അനീഷാണ് മരിച്ചത്. ചാലക്കുടി പോട്ടാശ്രമം സിഗ്നൽ ജംഗ്ഷനിലാണ് അപകടമുണ്ടായത്. സിഗ്നൽ തെറ്റിച്ച ലോറി സ്കൂട്ടറിലിടിച്ച് നിരങ്ങി നീങ്ങി. അപകടത്തിൽ രാസവസ്തു കയറ്റി ലോറി പൂർണ്ണമായും കത്തി നശിച്ചു. സ്കൂട്ടർ നിരക്കി നീങ്ങിയതോടെ റോഡിലുരസി തീ പിടിക്കുകയായിരുന്നു. അഗ്നിരക്ഷാസേനയുടെ 2 യൂണിറ്റ് എത്തിയാണ് തീയണച്ചത്. മരപ്പണിക്കാരനായ അനീഷ് ജോലിക്ക് പോകുമ്പോഴാണ് അപകടം. പ്രദേശത്ത് വൻതോതിൽ കട്ടിപ്പുക പരന്നു.
പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുൻപിൽ അപകടം. KSRTC ബസ്സും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചു. സ്റ്റാൻഡിൽ നിന്നും ദേശീയപാതയിലേക്ക് കടക്കുകയായിരുന്ന KSRTC ബസ്സും പുതുക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന പിക്കപ്പ് വാനുമാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്കായിരുന്നു സംഭവം. ഒല്ലൂർ കമ്പനിപ്പടിയിൽ KSRTC ബസ്സും കാറും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരായ 3 പേർക്ക് പരിക്കേറ്റു. അഞ്ചേരി സ്വദേശികളായ കണ്ണമ്പുഴ വീട്ടിൽ 72 വയസ്സുള്ള ആനി ജോസഫ്, 13 വയസ്സുള്ള ആൻഡ്രിയ, 20 വയസ്സുള്ള അനീറ്റ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ഉള്ളൂർ ആർട്സ് പ്രവർത്തകർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെ 7:30 അപകടം സംഭവിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി വിജ്ഞാൻ തൃശൂർ കൊടകര രജിസ്ട്രേഷന്റെ കൊടകര ബ്ലോക്ക് പഞ്ചായത്തിലെ ജോബ് ഫെയർ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി, തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ്, കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പളി സോമൻ, പഞ്ചായത്ത് അംഗം സനൽ മഞ്ഞളി, വിജ്ഞാന കേരളം ജില്ലാ കോർഡിനേറ്റർ KV ജ്യോതിഷ് കുമാർ, ത്യാഗരാജാർ പോളിടെക്നിക് പ്രിൻസിപ്പൽ MJ സാബു, കൊടകര ബ്ലോക്ക് കില റിസോഴ്സ് പേഴ്സൺ അബ്ദുൽ റസാഖ് എന്നിവർ സംസാരിച്ചു. എന്താണ് വിജ്ഞാന കേരളം എന്നതിനെ സംബന്ധിച്ച് വളരെ വിശദമായി എൻ്റെ കോർഡിനേറ്റർ കൂടിയായ കേരള സാഹിത്യത്തിനോട് സംസാരിക്കും. ഞാനൊരു അധിക വർത്തമാനത്തിൽ നിൽക്കുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുടെ നാട് കേരളം. അതിന് കേരളം അത്തരത്തിലുള്ള ഒരു അഭ്യസ്തവിദ്യരുടെ നാടായി കേരളം മാറുകയും ലോകത്ത് എല്ലായിടത്തും പോയി മലയാളികൾ പണിയെടുക്കുകയും ചെയ്യുന്നത് നമുക്ക് അപരിചിതമായ ഒരു കാര്യമല്ല എല്ലാവർക്കും അറിയാം. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡിൽ കൃഷി നശിപ്പിച്ച 3 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. കാവല്ലൂർ പച്ചളിപ്പുറം തോട്ടുരുത്തി പൂക്കോട് പാടശേഖരത്തിലും പന്നിശല്യം രൂക്ഷമായിരുന്നു. കർഷകരുടെ പരാതിയെ തുടർന്നാണ് നടപടി. പഞ്ചായത്ത് നിയോഗിച്ച അംഗീകൃത ഷൂട്ടറായ സുദർശൻ മത്തോളിയാണ് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നത്. അളഗപ്പനഗർ പഞ്ചായത്ത് അംഗം PS പ്രീജു, തൃക്കൂർ പഞ്ചായത്ത് അംഗം സൈമൺ നമ്പാടൻ, കർഷകരായ രാജു കിഴക്കൂടൻ, റപ്പായി പൊന്നാരി, കവിത കർഷക കൂട്ടായ്മ കൺവീനർ PR ഡേവിസ്, കവിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സെക്രട്ടറി KJ ബിജു എന്നിവർ നേതൃത്വം നൽകി. 3 കാട്ടുപന്നികളെയും മറവു ചെയ്തു. തോട് പരിസരത്തും ഒഴിഞ്ഞ കുറ്റിക്കാടുകളിലും ആവാസ കേന്ദ്രമായി കാട്ടുപന്നികൾ പെറ്റുപെരുകുന്ന അവസ്ഥയാണെന്നും കൃഷിമേഖലയെ തകർച്ചയിലേക്ക് ഇത് നയിക്കുന്നുവെന്നും കർഷകർ പറയുന്നു. കാട്ടുപന്നികൾ കൃഷിനാശം വരുത്തുന്ന നാണ്യവിളകളുടെ സർക്കാർ റേറ്റ് വർദ്ധിപ്പിക്കണമെന്ന് കവിത കർഷക സമിതി കൺവീനർ PR ഡേവിസ് ആവശ്യപ്പെട്ടു. ഈ മേഖലയിലുള്ള കർഷകർക്ക് നിത്യശല്യം എത്തുന്ന കാട്ടുപന്നികളെ നമ്മുടെ കർഷകരുടെ നേതൃത്വത്തിൽ എല്ലാവരും കൂട്ടായിട്ട് നമ്മൾ ഒരുപാട് പന്നികളെ വേട്ടയൊരുക്കുന്നതിന് വേണ്ടിയിട്ടും അതിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഉള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. അതിന് നമ്മൾ എല്ലാ ഭാഗത്തുനിന്നും സഹായം നൽകി. കാവല്ലൂർ മേഖലയിലെ കൃഷിനാശം ചെയ്തുകൊണ്ടിരിക്കുന്ന കാട്ടുപന്നികളെ ഉന്മൂലനം ചെയ്യുന്നതിൻ്റെ ഭാഗമായി നമ്മളിന്ന് 3 കാട്ടുപന്നികളെയാണ് നമ്മുടെ അംഗീകൃത ഷൂട്ടറായ സുദർശൻ മത്തോളിയുടെ നേതൃത്വത്തിൽ അളഗപ്പ മെമ്പറുണ്ട്, നിരവധിയായ കർഷക സുഹൃത്തുക്കൾ. ദീപിക എക്സലൻസ് എഡ്യൂക്കേഷൻ സ്റ്റാർ അവാർഡിന്റെ തിളക്കത്തിൽ കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ്. ശനിയാഴ്ച തൃശൂരിൽ നടക്കുന്ന ചടങ്ങിൽ സ്ഥാപനത്തിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഫാദർ ഡേവിസ് ചെങ്ങിനിയാടൻ പുരസ്കാരം ഏറ്റുവാങ്ങും. ൽ ഇരിങ്ങാലക്കുട രൂപത എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തനം ആരംഭിച്ച കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് 13 വർഷം പിന്നിടുമ്പോൾ മികവിന്റെ കലാലയമായി വളർന്നു കഴിഞ്ഞു. 2022 NAC അക്രഡിറ്റേഷൻ നേടിയ ഈ കലാലയം 2025 UGCയുടെ ഓട്ടോണമസ് പദവി നേടുന്ന തൃശൂർ ജില്ലയിലെ ആദ്യ സ്വാശ്രയ കോളേജ് എന്ന അഭിമാന നേട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്തെ സമഗ്ര സംഭാവനകളെ മുൻനിർത്തിയാണ് മലയാളത്തിലെ ആദ്യ ദിനപത്രമായ ദീപികയുടെ എഡ്യൂക്കേഷൻ സ്റ്റാർ പുരസ്കാരം സ്ഥാപനത്തിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഫാദർ ഡേവിസ് ചെങ്ങിനിയാടനെ തേടിയെത്തുന്നത്. 2019 മുതൽ കോളേജിനെ നയിക്കുന്ന ഇദ്ദേഹം പുതുതലമുറയെ മികവോടെ വാർത്തെടുക്കുന്ന പ്രക്രിയയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു.
ഒപ്പം ഈ വർഷം 2025 ഈ മാർച്ച് മാസത്തിൽ UGCയുടെ ഓട്ടോണമസ് പദവി നമ്മുടെ കോളേജിന് ലഭിച്ചിരിക്കുന്ന ഒരു സമയമാണ്. ഈ അവസരത്തിൽ കഴിഞ്ഞ ഒരു 13 വർഷക്കാലത്തോളം ഈ കോളേജിൻ്റെ ഒരു അക്കാഡമിക് തലത്തിലും കായിക രംഗങ്ങളിലും വലിയൊരു മികവ് തെളിയിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനാർഹമായിട്ടൊരു നേട്ടമാണ്. പ്രത്യേകമായിട്ടും കായിക രംഗത്ത് തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 400ഓളം കോളേജുകൾക്കിടയിൽ 2ാം സ്ഥാനം കഴിഞ്ഞ വർഷം നേടിയെടുത്തിരുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ ഇന്റർ സോണിലും ഡി സോണിലും നല്ല വിജയങ്ങൾ കരസ്ഥമാക്കിക്കൊണ്ട് 7ാം സ്ഥാനവും 5ാം സ്ഥാനവും ഒക്കെ കരസ്ഥമാക്കാൻ കോളേജിന് സാധിച്ചു. അക്കാഡമിക് ലെവലിൽ നോക്കുകയാണെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകളും ആഡ് ഓൺ കോഴ്സുകളും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകളോടൊപ്പം തന്നെ ഒരു ഹ്രസ്വകാലാടിസ്ഥാനത്തിൽ 3 വർഷത്തിനുള്ളിൽ തന്നെ ഒപ്പം അത് നേടിക്കൊടുക്കാൻ സാധിക്കുമ്പോൾ ധാരാളം പ്ലേസ്മെൻറ്റുകൾ സഹൃദയ കോളേജിന് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഈ അഭിമാനാർഹമായ നേട്ടത്തിൽ പങ്കുചേരുന്ന എല്ലാവരെയും, പ്രത്യേകിച്ചും ഇരിഞ്ഞാലക്കുട രൂപത അധ്യക്ഷൻ ചെയർമാനായിരിക്കുന്ന റവറൻ ബിഷപ്പ് മാർ പോളി കണ്ണുക്കാടൻ, മാനേജറായിരിക്കുന്ന മോൺസിഞ്ഞർ വിൽസൺ ഇരത്തറ എന്നിവരുടെ അകമഴിഞ്ഞ സഹകരണം ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ റെഗുലർ കോഴ്സുകൾക്കൊപ്പം വിദേശ യൂണിവേഴ്സിറ്റികൾക്ക് സമാനമായ പ്രൊഫഷണൽ കോഴ്സുകൾക്കും മുൻഗണന നൽകുന്നുവെന്നതാണ് ഈ കലാലയത്തിന്റെ സവിശേഷത. When I first entered Sahradaya, we were mere seeds awaiting to, we had a lot of aspirations and we came here with uncertainty, but now I feel like we have fully grown into confident individuals who can now take on challenges and face the world. Our college has offered multiple courses apart from academics. We have a lot of certificate programs, we have additional add-ons, we have seminars that are conducted, workshops as well. We have a lot of clubs here, and one of them which I was a part of was the Toastmasters Club. Again, all of these clubs have together helped me shape who I am and given confidence. So that's about it. Thank you. Leadership quality, public speaking, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്നിവയിൽ പ്രത്യേക പരിശീലനവും കലാകായിക മേഖലകളിൽ തിളങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദഗ്ധരുടെ കീഴിൽ ആധുനിക സംവിധാനങ്ങളോടെ മികവാർന്ന പരിശീലനവും ഈ കലാലയം വാഗ്ദാനം ചെയ്യുന്നു. Our college gives us social exposure by conducting programs like Samavesh and Ardram. In Samavesh, especially able students come to our college for Christmas, and we conduct many charitable programs and fun activities for those students. And we also conduct a program called Ardram, where we go to social centers and provide them food and spend quality time with old-aged people. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കായിക മത്സരങ്ങൾ തുടർച്ചയായി ഈ ക്യാമ്പസിൽ സംഘടിപ്പിക്കുന്നതും ഡി സോൺ, ഇന്റർ സോൺ മത്സരങ്ങളിൽ കലാലയത്തിന്റെ തിളക്കമാർന്ന നേട്ടങ്ങളും ഇതിന് ഉദാഹരണങ്ങളാണ്. 2023 160 വിദ്യാർത്ഥികളും 24 100 വിദ്യാർത്ഥികളും 2025 ഇതുവരെ 80 വിദ്യാർത്ഥികളുമാണ് സഹൃദയയിൽ നിന്ന് പ്ലേസ്മെന്റിലൂടെ രാജ്യത്തെ പ്രമുഖ മൾട്ടിനാഷണൽ കമ്പനികളിൽ ഉദ്യോഗാർത്ഥികളായി മാറിയത്. ഇവിടെ ACCA മാത്രമല്ല വേറെ പ്രൊഫഷണൽ കോഴ്സസ് സച്ചസ് CMA ഇന്ത്യ, CMA US, CHA, CS ഇതൊക്കെ ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. ഈ പ്രൊഫഷണൽ കോഴ്സസ് കൂടെ മാത്രമാണ് വേറെ അപ്സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസും ഇവർ ഓഫർ ചെയ്യുന്നത്. എസ്പെഷ്യലി ഈ ബെക് സർട്ടിഫിക്കേഷൻ ആയാലും HL ആയാലും ടാലി ആയാലും ഇതെല്ലാം നമ്മുടെ കരിയറിന് അഡ്വാൻസ് ചെയ്യാനും കുറേ ഓപ്പർച്യൂണിറ്റീസ് ഇവർ ഇത് ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കോളേജ് ഇറങ്ങിപ്പോണേക്കാൾ മുമ്പ് തന്നെ ഇവർ നല്ല കമ്പനീസ്, എസ്പെഷ്യലി ബിഗ് 4 കമ്പനീസ് എന്ന് പറയുന്ന കമ്പനീസിലൊക്കെ അവർ പ്ലേസ്മെന്റ്സ് ആയിട്ട് വരാറുണ്ട്. 1800ഓളം വിദ്യാർത്ഥികളാണ് നിലവിൽ ഈ കലാലയത്തിലുള്ളത്. 130 അധ്യാപകരും 60ഓളം അനധ്യാപകരും ഉൾപ്പെടുന്ന ഈ കലാലയത്തിൽ പഠിച്ചിറങ്ങുന്ന ഏതൊരു വിദ്യാർത്ഥിയും അക്കാദമിക് തലത്തിൽ മാത്രമല്ല സാമൂഹിക ഇടപെടലുകളിൽ കൂടി സജീവമാകുന്ന രീതിയിലാണ് ഇവിടുത്തെ പഠനാന്തരീക്ഷം രൂപപ്പെടുത്തുന്നത്. എൻ്റെ കോളേജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് കൗൺസിലിൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ട് വിത്ത് ഹോൾ ഹാർട്ടഡ് സപ്പോർട്ടഡ് ഫ്രം മാനേജ്മെൻറ്റ്. സോ അതിനകത്ത് കുറച്ച് പരിപാടികൾ എന്ന് പറഞ്ഞാലാണെങ്കിൽ ദാറ്റ് ഈസ് സമാവേശ് വി കണ്ടക്റ്റഡ് ആൻഡ് മാനേജ്മെൻറ്റ് ഫെസ്റ്റ് ദാറ്റ് ഈസ് ലുഫ്തത്താർ ആൻഡ് വി കണ്ടക്റ്റഡ് മാനേജ്മെൻറ്റ് ഫെസ്റ്റ് ഫോർ ദ സ്റ്റുഡൻറ്റ്സ് ദാറ്റ് ഈസ് കോൾഡ് ഇതിഹാസ്.
പിന്നെ നമ്മൾ ആൽമരം ഒരു ബാൻഡിൻ്റെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഡി സോണിൽ നമുക്ക് 5th പൊസിഷൻ ഉണ്ടായിരുന്നു. ഇൻ്റർ സോണിൽ നമുക്ക് 7th പൊസിഷൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറേ പരിപാടികളാണ് എനിക്ക് കോളേജിൽ കണ്ടക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്, ആൻഡ് ഓർഗനൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. സോ എല്ലാം ഇവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും സ്റ്റുഡൻസിൻ്റെയും എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ്. അക്കാദമിക് രംഗത്തും കലാകായിക മേഖലകളിലും സമാനതകളില്ലാത്ത മികവോടെ മുന്നേറുകയാണ് കൊടകരയിലെ സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ്. യുവതലമുറയെ മികവോടെ വാർത്തെടുക്കുന്ന ഈ കലാലയത്തെ നയിക്കുന്ന റവറൻ ഡോക്ടർ ഫാദർ ഡേവിസ് ചെങ്ങിനിയാടനെ തേടി ദീപിക എക്സലൻസ് എഡ്യൂക്കേഷൻ സ്റ്റാർ അവാർഡ് എത്തുമ്പോൾ അത് അർഹതയ്ക്കുള്ള അംഗീകാരമായി മാറുകയാണ്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ PG കൊമേഴ്സ് വിഭാഗവും ഉന്നത് ഭാരത് അഭിയാനും ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷനും ചേർന്ന് വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി പ്രയുക്തി എന്ന 5 ദിവസത്തെ ബേക്കറി ആൻഡ് ഫുഡ് പ്രോസസിംഗ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. കൊടകര, വരന്തരപ്പള്ളി, പറപ്പൂക്കര, ആളൂർ പഞ്ചായത്തുകളിലെ 25 വനിതകൾ പരിശീലനം പൂർത്തിയാക്കി. 5 ദിവസങ്ങളിലായി നടന്ന പരിശീലനം വ്യവസായ പ്രോത്സാഹനം, ഉത്പാദന തന്ത്രങ്ങൾ, ബ്രാൻഡിംഗ്, മാർക്കറ്റിംഗ് തുടങ്ങിയ വിഷയങ്ങൾ ഉൾപ്പെടുത്തി രൂപകൽപ്പന ചെയ്തതായിരുന്നു. ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷനിലെ വിദഗ്ധർ പരിശീലനം നയിച്ചു. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയ 25 വനിതകൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ചടങ്ങിൽ സഹൃദയ കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ, പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ, ഫിനാൻസ് ഓഫീസർ ഫാദർ സിബിൻ വാഴപ്പള്ളി, കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് വിഭാഗം ഡീൻ പ്രൊഫസർ VJ തോമസ്, ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ MTDCയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായ ദിലീപ് കുമാർ, UBA കോർഡിനേറ്റർമാരായ ഡെലിയ, ഐശ്വര്യ മനോജ്, ജാസ്മിൻ ജോയ് എന്നിവർ സന്നിഹിതരായിരുന്നു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ 2025 പാസ് ഔട്ട് ബാച്ചിന്റെ നേതൃത്വത്തിൽ സോഷ്യൽ സയനോര സംഘടിപ്പിച്ചു. 17 ബാച്ചുകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളുടെ അനുഭവങ്ങളും സ്നേഹസ്മരണകളും യോഗത്തിൽ പങ്കുവച്ചു. സഹൃദയ കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറന്റ് ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ യോഗത്തിൽ അധ്യക്ഷനായി. പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് KL, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ, ഫിനാൻസ് ഓഫീസർ റവറന്റ് സിബിൻ വാഴപ്പള്ളി, ഡീൻമാരായ പ്രൊഫസർ VJ തോമസ്, ഡോക്ടർ ഷീബ MP, പ്രൊഫസർ ഡോക്ടർ സനിൽ രാജ് J, പ്രോഗ്രാം കോർഡിനേറ്റർ സന്ധ്യ ഗോപിനാഥൻ, കോർഡിനേറ്റർമാരായ അനു ജയൻ, കുലീൻ എലിസബത്ത് KC, സ്റ്റുഡന്റ് കൗൺസിൽ ചെയർപേഴ്സൺ മെറിൻ ബേബി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് ലേസർ ഷോയും സംഘടിപ്പിച്ചിരുന്നു. ഈ ഒരു സന്ദേശം എന്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആശംസകൾ അർപ്പിക്കുക എന്ന ദൗത്യത്തിലേക്ക് പുതുക്കാട് പ്രചോദി നികേതൻ കോളേജ് ദിനാഘോഷങ്ങൾ തൃശൂർ റൂറൽ SP B കൃഷ്ണകുമാർ നിർവഹിച്ചു. മാനവ വിഭവശേഷിയാണ് ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതെന്നും ആ ഊർജ്ജ സ്രോതസ് ഇവിടുത്തെ യുവാക്കളാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വെറും കൗതുകത്തിനായി ഉപയോഗിച്ചു നോക്കുന്നവരാണ് പിന്നീട് മയക്കുമരുന്നിന് അടിമകളായി മാറുന്നതെന്നും മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം കുടുംബങ്ങളിൽ സുതാര്യമായ ആശയവിനിമയത്തിന് വിഘാതം സൃഷ്ടിച്ചിരിക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. മാതാപിതാക്കൾ, പ്രത്യേകിച്ച് അമ്മമാർക്ക് കുട്ടികളുടെ പെരുമാറ്റ രീതികളിലെ മാറ്റങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുമെന്നും B കൃഷ്ണകുമാർ പറഞ്ഞു. വിദ്യാർത്ഥികളുമായി റൂറൽ SP സംവദിച്ചു. ചടങ്ങിൽ സ്ഥാപക മാനേജർ ഡോക്ടർ ഫാദർ ഹർഷജൻ പഴയാറ്റിൽ അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ ഡോക്ടർ ബിനു പി ചാക്കോ കോളേജിന്റെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. PTA വൈസ് പ്രസിഡന്റ് VO മിനി, ഓഫീസ് സൂപ്രണ്ട് ഡോക്ടർ പോൾ J ആലപ്പാട്ട്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ മേരി പോൾ, സ്റ്റാഫ് അഡ്വൈസർ ഡോക്ടർ ജിൻഡോ ജെയിംസ്, ജനറൽ സെക്രട്ടറി കാതറിൻ ഡേവിസ്, ഏക്ത യൂണിയൻ ചെയർപേഴ്സൺ ആക്സ ഡെയ്സൺ, സ്റ്റാഫ് അഡ്വൈസർ ഷിൻഡ G നെല്ലായി എന്നിവർ പ്രസംഗിച്ചു. ശേഷം വിദ്യാർത്ഥികളുടെ നൃത്തനൃത്യങ്ങൾ അരങ്ങേറി. ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് മാനവശേഷിയാണ്, ഹ്യൂമൻ റിസോഴ്സാണ്. ഇന്ത്യയെ സംബന്ധിച്ച് പ്രത്യേകിച്ചും കേരളത്തെ സംബന്ധിച്ച് വിശിഷ്യാണ്. മാനവശേഷി കൊണ്ട് നമ്മൾ സമ്പന്നമാണ്. ഒരു രാജ്യത്തെ തകർക്കാൻ ഒരു അനുഭവവും ആവശ്യമില്ല,
മാനവശേഷിയെ തകർത്താണ്. നമ്മൾ അഭിമാനത്തോടെ ഗമയോടെ ലോകത്തെല്ലാം പറയാറുണ്ട് കേരളത്തിന്റെ മാനവശേഷി എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും അറിയാം നമ്മുടെ രാജ്യം ഇത്ര സെക്യൂരിറ്റിയിൽ നിൽക്കുന്നത് ഓരോ ഉദ്യോഗസ്ഥരുടെ കയ്യിലാണ് അല്ലേ. ഉദ്യോഗസ്ഥ വൃന്ദങ്ങളാണ് നമ്മൾ ഓരോരുത്തരെയും കാത്ത് നിയമപാലകരാണ് അവർ. തൃക്കൂർ GLP സ്കൂളിൽ സമഗ്ര ശിക്ഷ കേരളം കൊടകര BRCയുടെ നേതൃത്വത്തിൽ സ്റ്റാർസ് പദ്ധതി പ്രകാരം നടപ്പിലാക്കുന്ന വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ബാല പദ്ധതിയുടെ ഉദ്ഘാടനം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ നിർവഹിച്ചു. തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷയായിരുന്നു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പോൾസൺ തെക്കുംപീടിക, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ കാര്യ സ്ഥിരസമിതി അധ്യക്ഷ ജിഷ ഡേവിസ്, പഞ്ചായത്ത് അംഗങ്ങളായ മായ രാമചന്ദ്രൻ, ഹനിത ഷാജു, കപിൽ രാജ്, വിദ്യാകിരണം കോർഡിനേറ്റർ NK രമേശ്, ചേർപ്പ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ MV സുനിൽകുമാർ, BPC VB സിന്ധു, പ്രധാന അധ്യാപിക L ജസീമ, പ്രീ പ്രൈമറി അധ്യാപിക AM ഭുവനേശ്വരി, PTA പ്രസിഡന്റ് MM അജിത് എന്നിവർ സംസാരിച്ചു. നന്ദിപുലം പയ്യൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. വ്യാഴാഴ്ച രാവിലെ 4 മുതൽ പകൽ 11 വരെ ക്ഷേത്രത്തിൽ വിവിധ പൂജാകർമ്മങ്ങൾ നടന്നു. ഉച്ചയ്ക്ക് 1:30 മുതൽ എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. പെരുവനം കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യവും പെരുവനം സതീശന്മാരാരുടെ നേതൃത്വത്തിലുള്ള മേളവും അരങ്ങേറി. വൈകിട്ട് വർണ്ണമഴ, സന്ധ്യയ്ക്ക് ദീപാരാധന, രാത്രി 7-നും 7:30-നും 8-നും താലിവരവ്, 8:30-ന് നാടൻപാട്ട് എന്നിവയും ഉണ്ടായിരുന്നു. പൊങ്കോത്ര LP സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. MPTA പ്രസിഡന്റ് ദീപ്തി അനിരുദ്ധൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക TP ഷീജ, സ്കൂൾ ലീഡർ PS നേഹ എന്നിവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലൂർ ഈസ്റ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഭദ്രം പ്ലസ് പദ്ധതി പ്രകാരമുള്ള ധനസഹായം വിതരണം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലൂർ ഈസ്റ്റ് യൂണിറ്റിലെ അംഗമായ അന്തരിച്ച തൈനകത്ത് സരോജിനിയുടെ കുടുംബത്തിന് ഭദ്രം പ്ലസ് കുടുംബ സുരക്ഷാ ഇൻഷുറൻസ് പദ്ധതിയുടെ മരണാനന്തര ധനസഹായമായ 5 ലക്ഷം രൂപ നൽകി. സരോജിനിയുടെ ഭർത്താവ് TV പ്രഭാകരൻ സഹായം ഏറ്റുവാങ്ങി. ഭദ്രം പ്ലസ് കുടുംബ ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമായ ലില്ലി റപ്പായി പനോക്കാരൻ, മിനി ബാബു മഞ്ഞളി, PS സതീശൻ എന്നിവർക്ക് നിയോജക മണ്ഡലം ചെയർമാനും തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റുമായ സെബാസ്റ്റ്യൻ മഞ്ഞളി, ജില്ലാ സെക്രട്ടറിയും ബെനവലന്റ് സൊസൈറ്റി ട്രഷററുമായ VT ജോർജ് ചികിത്സാ സഹായമായി 1.5 ലക്ഷം രൂപ നൽകി. യൂണിറ്റ് പ്രസിഡന്റ് തിലകൻ അയ്യഞ്ചിറ, സെക്രട്ടറി ജോയ് കാവിൽ, ട്രഷറർ KR ഷിനിൽ, രക്ഷാധികാരി NT ആന്റണി എന്നിവർ സന്നിഹിതരായി. അളഗപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച വൈകിട്ട് 5-ന് നടക്കും. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് BS പ്രിൻസ് അധ്യക്ഷത വഹിക്കും. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. കൊടകര കാർഷികേതര വികസന സഹകരണ സംഘത്തിന്റെ ആളൂർ കൊമ്പുടിഞ്ഞാമാക്കൽ ശാഖ ശനിയാഴ്ച മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉച്ചകഴിഞ്ഞ് 3:30 നടക്കുന്ന ചടങ്ങിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അധ്യക്ഷത വഹിക്കും. സനീഷ് കുമാർ ജോസഫ് MLA സ്ട്രോങ് റൂം ഉദ്ഘാടനം നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് KR ദിനേശൻ, സെക്രട്ടറി KS ഷീല, വൈസ് പ്രസിഡന്റ് നന്ദകുമാർ ചക്കമല്ലിശ്ശേരി, ഡയറക്ടർ NB മോഹനൻ, KS ശ്രീരാജ് എന്നിവർ പങ്കെടുത്തു. ഇനി ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. 2025 മാർച്ച് 31 വരെയുള്ള എല്ലാ അവധി ദിനങ്ങളിലും കെട്ടിട നികുതി അടയ്ക്കുന്നതിന് വേണ്ടി അളഗപ്പനഗർ പഞ്ചായത്ത് ഓഫീസ് തുറന്ന് പ്രവർത്തിക്കുന്നതാണെന്ന് സെക്രട്ടറി അറിയിച്ചു. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,120 രൂപ, പവന് 64,960 രൂപ.
ചെങ്ങാലൂർ കുന്നുംപുറത്ത് കുര്യൻ അന്തരിച്ചു. 70 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ലൂസിയാണ് ഭാര്യ. റിൻസി എന്നിവർ മക്കളും. മെജോ ജോൺ മരുമകനുമാണ്. റിട്ടയേർഡ് പോസ്റ്റ് മാസ്റ്റർ പുതുക്കാട് വടക്കേത്തുറവ് നെല്ലിപ്പറമ്പിൽ ഗംഗാധരൻ അന്തരിച്ചു. 85 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. അംബികയാണ് ഭാര്യ. രശ്മി, രഞ്ജിത്ത് എന്നിവർ മക്കളും. ഹരിദാസ്, നിത എന്നിവർ മരുമക്കളുമാണ്. മണ്ണമ്പേട്ട ചെറുവത്തൂർ ബിജു മകൻ സാമുവൽ അന്തരിച്ചു. 22 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 9 മണ്ണമ്പേട്ട പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ പള്ളിയിൽ. ജോൺസയാണ് മാതാവ്. സഹോദരി സഫ്ന. പ്രധാന വാർത്തകൾ വീണ്ടും. പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് KSRTC MD സ്ഥലത്ത് സന്ദർശനം നടത്തി. ചാലക്കുടിയിൽ ലോറി സ്കൂട്ടറിൽ ഇടിച്ച് അപകടം. സ്കൂട്ടർ യാത്രക്കാരന് ദാരുണാന്ത്യം. ഉള്ളൂർ കമ്പനിപ്പടിയിൽ KSRTC ബസും കാറും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരായ 3 പേർക്ക് പരിക്കേറ്റു. കേരള സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി നടന്ന കൊടകര ബ്ലോക്ക് പഞ്ചായത്തിലെ ജോബ് ഫെയർ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡിൽ കൃഷി നശിപ്പിച്ച 3 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. തൃക്കൂർ GLP സ്കൂളിൽ സമഗ്ര ശിക്ഷാ കേരളം കൊടകര BRCയുടെ നേതൃത്വത്തിൽ സ്റ്റാർസ് പദ്ധതി പ്രകാരം നടപ്പിലാക്കുന്ന വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേക്ഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.